മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും കിട്ടിയിരിക്കുന്ന കടിച്ചു കീറാൻ കിട്ടിയിരിക്കുന്ന പുതിയ എല്ലിൻ കഷ്ണത്തിൻ്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോറിയൊക്കെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ചാറ്റിൽ ചോർന്നങ്ങ് പോയി. ഇപ്പോൾ രാഹുലിനെ വലിച്ചു കീറാൻ ഈ സൈബർ സംഘികൾക്കും കമ്മികൾക്കും ഒക്കെ വലിയ ഉത്സാഹമാണ്. അതിൻ്റെ ഇപ്പോൾ ഇവരുടെ DYFIയുടെ ചിക്കൻ തന്തൂരി പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അവർ ചിക്കൻ തന്തൂരി ഉണ്ടാക്കുന്നത്, അത് കോഴിയാണല്ലോ, മാൻകൂട്ടം എന്ന് പറയുന്നത് കോഴിയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ചിക്കൻ തന്തൂരി ഉണ്ടാക്കുന്നു. പറയുന്ന ആൾക്കാർ നല്ല ആൾക്കാരാണ്. ഇവരുടെ പാർട്ടിയിൽ ഒരു കോഴി ഫാം തുടങ്ങാനുള്ള ആൾക്കാരുണ്ട്, എന്നിട്ടാണ് ഇവിടെ ഒരു ചിക്കൻ തന്തൂരി ഉണ്ടാക്കുന്നത്. പിന്നെ ദേശാഭിമാനിയുടെ ഒരു വ്യത്യസ്ത പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ബിനീഷ് കോടിയേരി അതിൻ്റെ പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിരുന്നു. അതിലെഴുതിയിരുന്നത് ഇങ്ങനെയാണ്, അതായത് കുറേ പൊതിച്ചോറുകൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടപടിയെടുക്കുന്ന വാർത്തയുള്ള ദേശാഭിമാനി വെച്ച് കുറേ പൊതിച്ചോറ് പൊതിഞ്ഞിരിക്കുന്നു. ആ ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൽ എഴുതിയിരിക്കുന്ന, നീ അനാശാസ്യം എന്ന് വിളിച്ച് ആക്ഷേപിച്ച അതേ പൊതിച്ചോറ് നിന്നെ അനാശാസ്യത്തിന് പുറത്താക്കിയതിന് അച്ചടിയുള്ള പത്രത്തിൽ പൊതിഞ്ഞെടുക്കുകയാണ്. അതായത് ഈ ദേശാഭിമാനിയിൽ അച്ചടിച്ചു വന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്ത അതേ പത്രം കൊണ്ട് തന്നെ പൊതിച്ചോറ് പൊതുകയാണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കോമഡി എന്താണെന്ന് പറഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടം ഈ നടപടിയെടുത്തത് മെനഞ്ഞാന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത വരുന്നത്. ഇന്നലത്തെ ദേശാഭിമാനിയിലായിരിക്കുമല്ലോ അതിൻ്റെ വാർത്ത വരുന്നത്. അതേ ദേശാഭിമാനിയാണ് ഇവർ പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അത് ഈ പത്രത്തിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാം. വായിക്കാനുള്ളതല്ല, ഇത് പൊതിഞ്ഞെടുക്കാനും പിന്നെ വേറെ പല ആവശ്യങ്ങൾക്കും ഉള്ളതാണെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ നമ്മൾ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ വളരെ വികാര വിക്ഷോഭിതനായിട്ട് വൻ ബഹളമാണ്. അതായത് PT ചാക്കോ, നിങ്ങളുടെ കോൺഗ്രസിലെ PT ചാക്കോ രാജിവെച്ചതല്ലേ, AKGയെ VT ബൽറാം പരിഹസിച്ചില്ലേ, എന്നിട്ട് നാക്കിറങ്ങിപ്പോയോ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ച് അരുൺകുമാർ വലിയ ബഹളം. പക്ഷേ അരുൺകുമാറിനെതിരെ ഒരു പോക്സോ കേസിൻ്റെ കാര്യം, ഈ പോക്സോ കേസുള്ള ഒരാളാണ് അരുൺകുമാർ. അതറിയാമായിരിക്കും. ഷഹബാസ് എന്ന് പറയുന്ന ഒരാൾ, ഇപ്പോൾ അയാളിപ്പോൾ ഇവരുടെ കൂടെ ഉണ്ടോ, മാധ്യമപ്രവർത്തനം ഇവരുടെ കൂടെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൻ്റെ അന്ന് ഇങ്ങനെ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയോട് പ്രേമം എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു റീല് ഇവർ ക്രിയേറ്റ് ചെയ്തു. റിപ്പോർട്ടർ ചാനൽ റീൽസൊക്കെ ഒരു എന്താ പറയുക, ഒരു ന്യൂജൻ വൈബ് പിടിക്കാൻ നോക്കിയതാണ്. അങ്ങനെ ഒരു റീൽ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഈ പ്രേമാഭ്യർത്ഥന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേമച്ചുമയോടെയുള്ള സംസാരം 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടായിപ്പോയി ഈ ഷഹബാസിൻ്റെ. അതിനെ ഒരു എൻകറേജ് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ അരുൺകുമാറിൻ്റെ ഒരു വർത്തമാനം ഉണ്ടായിരുന്നു. ഇതാണ് രണ്ടുപേരെയും പോക്സോ കേസിലെത്തിച്ചത്. അങ്ങനെ എന്തായാലും തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ ഇതിനെതിരെ പോക്സോ കേസെടുത്തു. അരുൺകുമാർ ഓടി ഹൈക്കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യമൊക്കെ എടുത്തായിരുന്നു. അതായത് അപ്പം മുൻകൂർ ജാമ്യം എടുത്തപ്പോൾ കോടതി ഇത് എന്ത് കേസാണ്, ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത് എന്താണ് പരിപാടി എന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തു. കോടതിയും പറഞ്ഞു ഇത് എന്താണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ ഈ കേസിലെന്ന് രീതിയിൽ പറഞ്ഞു. അപ്പോൾ അരുൺകുമാർ ഇത് തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, പരാമർശമാണ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടി ഞാൻ നിരപരാധിയായി എന്നൊക്കെ പറഞ്ഞ് വന്നു. ആശാനിപ്പോഴും ജാമ്യത്തിലാണ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന ഈ കാലിൽ മന്തുള്ളവൻ, ഈ കാലിൽ ചട്ടുള്ളവനെ കളിയാക്കുന്ന എന്ന് പറയുന്ന പോലെയാണ് അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെ കളിയാക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടാണോ ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത്? അതായത് ഒരു പെണ്ണ് കേസ് എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നത് ആദ്യമായിട്ടാണോ? അല്ല, നമുക്ക് ഈ റീവൈൻഡ് അടിച്ച് നോക്കാം, തിരിച്ചു പോവാം. അതായത് ഇവരുടെ പാർട്ടിയുടെ തന്നെ TV തോമസ് അറിയാമായിരിക്കുമല്ലോ. ആലപ്പുഴയിൽ TV തോമസും ഗൗരി അമ്മയും എന്ന് പറയുന്നത് വളരെ CPM-കാരുടെ അന്നത്തെ ഐഡിയൽ കപ്പിളായിരുന്നു. അപ്പോൾ അവരുടെ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ TV തോമസിൻ്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഗൗരിയമ്മ അവിടെ ഓടി വന്നു. വേറൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. അവർ ഗൗരിയമ്മയെ തല്ലി എന്ന് പറയുന്നു. പോലീസുകാർ ഗൗരിയമ്മയെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് കൊണ്ടുപോയി. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ത്യ വിഷൻ്റെ സമയത്ത്, ഇന്ത്യ വിഷൻ ഉണ്ടായിരുന്ന സമയത്ത് വയസ്സായ ഗൗരിയമ്മ ഇൻ്റർവ്യൂ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ദിവസം TV തോമസിൻ്റെ പെട്ടി തുറന്ന് നോക്കിയപ്പം ഈ പറഞ്ഞ സ്ത്രീയോ അത് മറ്റേതെങ്കിലും സ്ത്രീയാണോ എന്ന് എനിക്കറിയില്ല, ഏതോ ഒരു സ്ത്രീ എഴുതിയ കത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിക്കുന്നതിനിടെ TV തോമസ് പെട്ടെന്ന് കയറി വരികയും അത് കത്ത് തട്ടിപ്പറിക്കാൻ നോക്കുകയും ചെയ്തു. അപ്പോൾ ഗൗരിയമ്മ ബാത്റൂമിനകത്തേക്ക് കയറി ഒളിച്ചതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പാർട്ടി വളർന്നു, അതിനോടൊപ്പം തന്നെ TV തോമസും ഗൗരിയമ്മയും വളർന്നു, അവർ ഡിവോഴ്സിലേക്ക് പോയി. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കിടന്ന ഒരു സോളാർ കേസ്, അതിൽ ഇവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് അവർ പേരെടുത്ത് പറഞ്ഞു. അതായത് ഇതുപോലെ ചാറ്റ് പുറത്തുവിട്ട, വോയിസ് പുറത്തുവിട്ടൊന്നുമല്ല,
അവർ പോലീസിൽ പരാതി കൊടുത്തു. അവർ ബോൾഡായിട്ട് പോയി പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. അവർക്ക് ആർക്കൊക്കെതിരെ പരാതി കൊടുത്തത്? KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, അബ്ദുള്ള കുട്ടി. എന്നിട്ട് പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ പറയുക, ഇവർ പാർലമെൻ്ററി സ്ഥാനം രാജിവെച്ചോ, പാർട്ടി സ്ഥാനം രാജിവെച്ചോ? ഒന്നും ചെയ്തില്ല. പിണറായി വിജയൻ വന്നിട്ട് 11 മണിക്ക് CBIക്ക് കേസ് കൈമാറുന്നു എന്നൊക്കെ പറഞ്ഞു, ഒന്നും നടന്നില്ല. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു ചാറ്റല്ലേ എന്നൊക്കെ പറയുന്നത്. ഇതൊരു ചാറ്റല്ലേ? അത് അവിടെ ചാറ്റൊന്നും വന്നില്ലല്ലോ. പരാതി പോലീസ് കേസ് കൊടുത്തെങ്കിലും അതിൽ ചാറ്റ് ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ലല്ലോ. ഇവിടെ വീഡിയോ പുറത്തു വന്ന കേസുണ്ട് ഇവിടെ, അതറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. അതായത് അങ്കമാലിയിലെ ജോസ് തെറ്റയിലെ കേസ്, അതും സ്വന്തം മകൻ കെട്ടാനിരിക്കുന്ന പെണ്ണുമായിട്ട് ആ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിലാണ് നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചാറ്റിനെ പറ്റി പറയുന്നത്. അതും പോലീസിൽ ഇതുവരെ പരാതി പോലും പോയിട്ടില്ലാത്തൊരു വിഷയം. പിന്നെ AK ശശീന്ദ്രൻ്റെ ഓഡിയോ ക്ലിപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. AK ശശീന്ദ്രൻ ആയിരുന്നപ്പോഴായിരുന്നു പിണറായി വിജയൻ ഈ പറയുന്ന ഒരു പരിപാടി അങ്ങ് ഒപ്പിച്ചു. അതായത് പിണറായി വിജയന് കൃത്യമായിട്ട് സ്ട്രാറ്റജി അറിയാം. അവിടുത്തെ മലയാളികളുടെ ഒരു ബോധത്തിനെ പറ്റി അറിയാം. മലയാളിക്ക് മറവി കൂടുതലാണെന്നുള്ള കാര്യം പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. പിണറായി വിജയൻ എന്ത് ചെയ്തു? AK ശശീന്ദ്രനെ കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും മന്ത്രിയാക്കി. ഇപ്പോൾ ശശീന്ദ്രൻ തെക്ക് വടക്ക് നടക്കുന്നുണ്ട്, വനം വകുപ്പ് മന്ത്രിയായിട്ട് ഒറ്റയാനായിട്ട് നടക്കുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ അന്ന് ഈ ശശീന്ദ്രൻ്റെ ഓഡിയോ ക്ലിപ്പ് വന്ന സമയത്ത് ഇത് മാധ്യമങ്ങളുടെ ഹിപ്പോക്രസി നമ്മൾ കണ്ടതാണ്. അതായത് അന്ന് രാഹുലിനെ ഇപ്പോൾ ആക്രമിക്കുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെ അന്ന് ശശീന്ദ്രനെ ആക്രമിക്കുകയായിരുന്നു. ശശീന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് പറയുമായിരുന്നു. അതായത് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ട മംഗളം ചാനലിനെ ഇവരെല്ലാം കൂടെ പൂട്ടിച്ചു, അതിൻ്റെ കമ്പ്യൂട്ടർ അടിച്ച് പൊളിച്ചു. അതെന്തായാലും ആവരിക്കട്ടെ. അപ്പം ഈ മൊറാലിറ്റി എന്ന് പറയുന്ന ആളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കരുത്. ഒന്നുകിൽ എല്ലാവർക്കും മൊറാലിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയക്കാർക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ള കാര്യം, ഉഭയസമ്മതപ്രകാരം ആണ് ഈ ഒരു ബന്ധം നടന്നിരിക്കുന്നത്, ശാരീരിക ബന്ധം നടന്നിരിക്കുന്നത്. ഇതിലൊരു കോൺട്രസെപ്റ്റീവ് പിൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ ഇതിലൊരു ഗർഭമുണ്ടായി. ഇതിന് ഒരു പുരുഷൻ മാത്രം എങ്ങനെ ഇതിനകത്ത് ഉത്തരവാദിയാവും? ഇതിൽ ഒരു പ്രായപൂർത്തിയായിട്ടുള്ളൊരു സ്ത്രീ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടുപേർക്കും ഒരുപോലെ ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ഒരു പുരുഷനെ മാത്രം നിങ്ങൾക്ക് അതിനകത്ത് കുറ്റപ്പെടുത്താനൊന്നും കഴിയില്ല. പിന്നെ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അതായത് പറയുന്നത് രാഹുലിനെതിരെ ഒരു പരാതി പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കേസ് പോലും വന്നിട്ടില്ല. AICCയിൽ കൊടുത്ത പരാതികളല്ല, അല്ലാതെ ഒരു പോലീസിലോ മറ്റ് രീതിയിലോ കോടതികളിലോ ഒരു പരാതി പോലും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ രാഹുലിൻ്റെ ഇഷ്യൂ ഇത്രയും എസ്കലേറ്റ് ചെയ്ത് ഇത്രയും വലിയ കൊടൂര ഭീകര വിഷയമൊന്നും ആക്കേണ്ട കാര്യമുണ്ടോ? ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ലൈഫും രണ്ടാണ്. നമ്മൾ സിനിമാ നടന്മാരെ അങ്ങനെയല്ലേ കാണുന്നത്. അതായത് സിനിമാ നടന്മാർക്ക് അവരുടെ പേഴ്സണൽ ലൈഫും പൊളിറ്റിക്കൽ ലൈഫും നമ്മൾ കുട്ടിക്കലർത്താറില്ലല്ലോ. അവരുടെ നല്ല സിനിമ ഒന്നും നമ്മൾ കാണും, അവരുടെ സിനിമാ പ്രവർത്തനം എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെ തന്നെ അവരുടെ വ്യക്തിപരമായുള്ള ജീവിതത്തിൽ അവരെന്തോ ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അവർ നല്ലൊരു അച്ഛനാണോ, നല്ലൊരു മകനാണോ, ഇത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഈ ഹാൻഡിൽ ചെയ്ത രീതി വളരെ പ്രസക്തമാണ്. അതായത് ഇതെങ്ങനെയാണ് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്തതെന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇതിന് അദ്ദേഹം എടുത്ത് ചോദിക്കുന്നുണ്ട്, വീണ്ടും ആവർത്തി ചോദിക്കുന്നു, ഇതിൽ പരാതിയുണ്ടോ? പരാതി ഉണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, പരാതി വരട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പരാതി വരട്ടെ, എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഇതിപ്പോൾ AICCയിൽ കൊടുത്ത ഇവരാരും പോലീസിലോട്ട് പോകുന്നില്ല, ഈ പെൺകുട്ടികളാരും. പിന്നെ എന്തിനാണ് ഞാനതിന് മറുപടി പറയേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ റിനിയുടെ കാര്യം, റിനി എന്ന് പറയുന്ന ഒരു നടിയുണ്ടല്ലോ, ഇവരുടെ കാര്യം എന്താ പറയുക, രാഹുലിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നോ പറഞ്ഞതിനപ്പുറം ഒരു പെൺകുട്ടി നോ പറഞ്ഞതിനപ്പുറം ആ ബൗണ്ടറി തെറ്റിച്ച് വീണ്ടും പോവുക എന്നുള്ളതൊക്കെ പറയുന്നത് അങ്ങനെ ഒരു കാര്യം തെറ്റ് തന്നെയാണ്. പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ രാഹുൽ ഇവരെ വിളിച്ചു എന്നൊക്കെ പറയുന്നത് അതിനൊന്നും തെളിവുകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ട്രംപിൻ്റെയും പുട്ടിൻ്റെയും കാര്യം പറയുന്ന പോലെയാണ് ഇവർക്കൊക്കെ ഇത്തരത്തിൽ അവരുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ ചൂട് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴും. ഇവരൊക്കെ ഇത്തരത്തിലുള്ള ചാബല്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ആത്യന്തികമായിട്ട് മനുഷ്യരാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചാബല്യങ്ങളുള്ളവർ തന്നെയാണ്. അല്ലാതെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതൊന്നുമല്ലല്ലോ. PT ചാക്കോൻ്റെ കാര്യം എടുത്ത് അരുൺകുമാർ പറഞ്ഞു. അത് PT ചാക്കോ രാജിവെച്ചില്ലേ? അതിൽ അരുൺകുമാർ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മുടെ പറയാം നമുക്ക്. അതായത് ഈ തൃശ്ശൂരിലെ പിച്ചി ഡാം എന്ന് പറയുന്ന ഡാമിലേക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കോ ആണ് ഈ PT ചാക്കോയുടെ ഈ ഒരു വണ്ടി ഒരു കാളവണ്ടിയുമായിട്ട് ഇടിച്ചൊരു ആക്സിഡൻ്റ് ആവുന്നു. പിന്നീട് അറിയുന്നു അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവർ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഇത് PT ചാക്കോവുമായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ ഒരു രീതിയിൽ ആരോപണം വരുന്നു. എന്തായാലും കോൺഗ്രസ് രാജിയൊന്നും ആവശ്യപ്പെട്ടില്ല. കോൺഗ്രസ് ഒന്നും അദ്ദേഹം രാജിവെക്കേണ്ടെന്ന് തന്നെ കോൺഗ്രസിൽ തീരുമാനമായിരുന്നു. പക്ഷേ അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രഹ്ലാദൻ ഗോപാലൻ എന്ന് പറയുന്ന ഗോപാലൻ എന്ന് പറയുന്ന
ഒരാളുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ. അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ്, കുറച്ച് ദിവസം കഴിയും വന്ന് പറയാണ്, എന്നെ മഹാത്മാഗാന്ധി സ്വപ്നത്തിൽ വന്ന് കണ്ടു. മഹാത്മാഗാന്ധി വന്ന് പറഞ്ഞു, ഗോപാല നീ ഈ അധർമ്മത്തിന് കൂട്ടു നിൽക്കരുത് എന്ന് പറഞ്ഞു. ഗാന്ധി പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് കേൾക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇദ്ദേഹം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് നിരാഹാര സമരം തുടങ്ങി. അപ്പോൾ അങ്ങനെ നിരാഹാര സമരം തുടങ്ങി. അങ്ങനെ ഗതിയില്ലാതെയാണ് ഈ എന്താ പറയുക നമ്മുടെ പി.ടി. ചാക്കോന് രാജിവെക്കേണ്ടി വന്നു. അല്ലെങ്കിൽ രാജി വയ്ക്കില്ലായിരുന്നു. അപ്പോൾ എന്താ ഏത് ഗുളികം പിടിച്ച സമയത്താണോ ഈ മഹാത്മാഗാന്ധിക്ക് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വരാൻ തോന്നി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പി.കെ. ശശി, ഇവരുടെ പാർട്ടിയിൽ തന്നെ പി.കെ. ശശി, പി. ശശി, ഗോപി കോട്ടുമുറിക്കൽ, പിന്നെ ഈ ടി.വി. തോമസിനെ പോലെ തന്നെ വുമണൈസർ ആയിട്ടുള്ള ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ മുകേഷ്. അങ്ങനെ ഇവരൊക്കെ എന്താണ് ഈ തീവ്രത കുറഞ്ഞ പീഡനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ അതുകൊണ്ട് കുഴപ്പമില്ല, പാർട്ടി തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുന്ന ഇവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? അപ്പോൾ ഇത് നമ്മളെ രാഹുൽ ചോദിക്കുന്നത് അത് തന്നെയാണ്. അതായത് മുകേഷ് രാജിവെച്ചോ? മുകേഷ് മുൻകൂർ ജാമ്യം എടുത്ത് നടക്കുകയാണ്. മുകേഷ് വച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് രാജിവെക്കേണ്ടതെന്നാണ് രാഹുലിൻ്റെ ചോദ്യം. അത് പ്രസക്തമല്ലേ? വേടൻ്റെ വിഷയം, നമ്മൾ വേടൻ്റെ വിഷയം വന്നപ്പോൾ കണ്ടതാണ്. അതായത് അവിടെ ഇതുപോലെയല്ല, അവിടെ കൃത്യമായ പീഡന ആരോപണങ്ങളുണ്ട്. അതായത് വേടൻ്റെ ലൈംഗിക വൈകൃതങ്ങളെ പറ്റി, അതായത് വേടൻ ഈ പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് കൃത്യമായി പറയുന്നുണ്ട്. ഈ പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതുണ്ട്. ക്രൂരമായിട്ടുള്ള ലൈംഗിക വീഴ്ചയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു പീഡനമാണ്. അവിടെ ഒരു സൈക്കോപാത്തിൻ്റെ ഇത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പീഡന ആരോപണങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാരണം ലൈംഗികമായി പീഡിപ്പിച്ചു അല്ലെങ്കിൽ മൊളസ്റ്റ് ചെയ്തു, ഇത്തരം ഇത് ആരോപണങ്ങളൊന്നും ഇതുവരെയും രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടില്ല. ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീ വന്നു പറഞ്ഞു എന്നെ റേപ്പ് ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന്. ഇവരെന്തൊക്കെയാണ് തിരിച്ചു പറഞ്ഞതെന്നുള്ളത് അറിഞ്ഞൂടല്ലോ ചാറ്റിൽ. അതാണ് മറ്റൊരു വിഷയം. ഈ ട്രാൻസ്ജെൻഡർ സ്ത്രീ ആയിക്കോട്ടെ, ഇപ്പോൾ ഈ ചാറ്റുകളെല്ലാം തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ത്രീകളായിക്കോട്ടെ, ഇവരെല്ലാം എന്താണ് രാഹുലിനോട് തിരിച്ചു പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇത്രയധികം പെണ്ണുങ്ങൾ വന്നിട്ട് ഇയാൾ ചാറ്റ് ചെയ്തു, എന്നോട് വന്ന് മറുപടി ഇങ്ങനെ ചാറ്റ് ചെയ്തു, എന്നോട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇവരെല്ലാം മറുപടി കൊടുക്കാൻ പോകുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടമല്ല, ഒരു സാധാരണക്കാരൻ, എന്നെയോ നിങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരൻ ഈ പെൺകുട്ടികൾക്ക് ശല്യപ്പെടുത്തിക്കൊണ്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ ബ്ലോക്ക് ചെയ്യും. ഇവരെന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യാത്തത്? ഇവർ ഈ ചാറ്റ് ഇങ്ങനെ ഇരുന്ന് അനുവദിച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടം എന്ന് സെലിബ്രിറ്റി തനിക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു കുളിര് തന്നെയാണ്. അത് ഞാൻ പറഞ്ഞാൽ എന്നെ പിടിച്ച് നിങ്ങൾ സ്ത്രീവിരുദ്ധനാക്കും. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല, സത്യമില്ലാതാവത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന ചാറ്റുകളുടെ ഇതിലൊന്നും ഒരു ക്രിമിനൽ കേസൊന്നും നിലനിൽക്കുന്ന കാര്യമില്ല. ആ ചാറ്റൊന്നും ഒരു ക്രിമിനൽ കേസിലോട്ടൊന്നും ഒരിക്കലും പോകാനും പോകുന്നില്ല. പിന്നെ ഈ വേടൻ്റെ കേസിൽ തന്നെ ഒരു ഹൈക്കോടതിൻ്റെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം പിന്നെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനൊന്നും പാടില്ല, അങ്ങനെ അത് ബ്ലാക്ക് മെയിലായിട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിരീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പീഡനമാണെങ്കിൽ, അത് റേപ്പ് ആണെങ്കിൽ അതവിടെ നിലനിൽക്കും. ഇപ്പോൾ എന്താണ് റേപ്പ് അല്ലെങ്കിൽ മോളസ്റ്റേഷൻ? റേപ്പ് എന്താണെന്നുള്ളത് നമ്മുടെ നിയമം തന്നെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അവളുടെ സമ്മതമില്ലാതെ ബന്ധപ്പെടുന്നു, അത് ഏതൊക്കെ രീതിയിൽ, ഒന്നുകിൽ ഫോഴ്സ് ഉപയോഗിച്ച്, അതായത് ബലം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അവളെ ലഹരിക്ക് അടിമപ്പെടുത്തി, അല്ലെങ്കിൽ അവളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത്, ഈ 3 രീതിയിൽ അവളുമായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് റേപ്പ് എന്നിവിടെ നമ്മുടെ നിയമം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 3 രീതിയിൽ ഏതെങ്കിലും രീതിയിൽ രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വരട്ടെ. അപ്പം നമുക്ക് അദ്ദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന് അറിയാനുള്ള കല്ലുകളും പറക്കി ഇറങ്ങാം. ഇപ്പോൾ ഇവിടെ ഈ എന്താ പറയുക, നിരവധി സ്ത്രീകൾ, റെനി ഉൾപ്പെടെയുള്ളവർ AICCക്ക് പരാതി നൽകിയെന്ന് പറയുന്നു. അവിടെ നടപടി എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷേപം. അതായത് ഇവർക്ക് മീഡിയയ്ക്ക് മുമ്പിൽ വരേണ്ടി വന്നു ഇദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ എന്നൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ ആക്ഷേപം. അപ്പോൾ ഇടതുപക്ഷ പാർട്ടിയിലായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതായത് ഈ വനിതകൾക്ക് അവിടെ ഇതിനകത്ത് ശബ്ദിക്കാൻ പോലും പറ്റില്ല. നമുക്കറിയാം പി.കെ. ശശിയുടെ കേസിലൊക്കെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അതായത് അവിടെ ഈ പീഡനത്തിൻ്റെ തീവ്രത അളക്കാൻ വേണ്ടി പാർട്ടി തന്നെ അന്വേഷണം നടത്തും. വെളിയിൽ നിന്ന് പോലീസും അങ്ങനത്തെ ബോഡീസൊന്നും വന്ന് അന്വേഷിക്കേണ്ട, നമ്മൾ അന്വേഷിച്ചിട്ട് തീവ്രത അളന്നിട്ട് തീവ്രത കുറഞ്ഞ പീഡനമാണെന്നെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടി, കൂടിയതാണെങ്കിൽ അതിനനുസരിച്ച് നടപടി നമ്മൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. എന്നിട്ട് ഈ പി.കെ. ശശിക്ക് എന്താ പറ്റിയെന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഇപ്പോഴും ഇവിടെ തന്നെ പാർട്ടി തന്നെ ഉണ്ട്. ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾക്കോ അവർക്ക് എന്തെങ്കിലും പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സ്ഥാനങ്ങളോ കിട്ടിയോ? അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൽ മഹിളകൾക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഉണ്ട് എന്നാണ് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇത് എന്തായാലും മാധ്യമത്തിൽ വന്നപ്പോഴെങ്കിലും യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, അതാണ് ഇവിടെ ആവശ്യം. അത് AICCക്കാണ് പരാതി കൊടുത്തിരുന്നത്. MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അത് കേസ് അത്തരത്തിൽ രീതിയിലുള്ള കാര്യങ്ങൾ വരണം. അപ്പോഴാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം വരുന്നത്. പിന്നെ ഈ കേസ് വന്നിട്ടും ഈ സ്ഥാനം രാജിവെക്കാത്ത മന്ത്രിമാരും MLA മാരും ഒക്കെ ഈ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ടല്ലോ.
അപ്പോൾ അവരുടെ കാര്യത്തിൽ അതിന് തീരുമാനം ഉണ്ടാക്കണം. പിന്നെ ഈ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇമേജിന് ഇപ്പോഴും സാരമായ ഒരു കോട്ടം തട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയേണ്ടി വരും. അതിനെ വലിച്ചു കീറാനാണ് ഇപ്പോൾ പലരും ഈ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും. എന്തായാലും അതിനേക്കാൾ കൊടൂര സ്ത്രീപീഡകന്മാർ ഇവിടെ ജയിലിൽ കിടന്നവരും ഐസ്ക്രീം കൊടുത്തവരും മുൻകൂർ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കാര്യത്തിൽ ആദ്യം തീരുമാനം എടുക്കണം. എന്നിട്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പാഠം പഠിപ്പിക്കാം.